വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടും അതുപോലെ തന്നെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പായസമാണ് തയ്യാറാക്കുന്നത്. ഈ പായസത്തിൽ ഒരു വെറൈറ്റി ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. പായസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 10 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായതിനാലാണ് 10 എണ്ണം എടുത്തിട്ടുള്ളത്, വലുതാണെങ്കിൽ 5 എണ്ണം മതി. ഇനി ഇത് ചെറുതായി കട്ട് ചെയ്ത് അല്പം വെള്ളം ചേർത്ത് 3 വിസിൽ വരെ വേവിച്ചെടുക്കുക. ക്യാരറ്റ് നല്ലവണ്ണം വേവായി വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിൽ തണുക്കാൻ മാറ്റി വെക്കാം. ഇനി പായസത്തിലേക്ക് ആവശ്യമായ 3 കൈപ്പിടി ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് മാറ്റുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് 2 വിസിൽ വരെ വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ക്യാരറ്റ് തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിൽ ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇനി ഇത് മാറ്റി വെക്കാം. അതേസമയം പായസത്തിലേക്കുള്ള റൈസും വേവായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി പായസം ഉണ്ടാക്കുന്നത് ഏത് പാത്രത്തിലാണോ അതിലേക്ക് ഫൈനായിട്ട് അരച്ച് വെച്ച ക്യാരറ്റും ക്രഷ് ചെയ്ത റൈസും ചേർത്ത് കൊടുക്കുക. മധുരത്തിനാവശ്യമായ 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് ഒരു വിസ്ക് വെച്ച് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക. കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം, റൈസ് ആയത് കാരണം വേഗം കട്ട പിടിക്കും. 1 ലിറ്റർ പാലാണ് ഞാനിതിൽ ഒഴിക്കുന്നത്. കുറേശ്ശെ പാൽ ചേർത്ത് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക. നോർമൽ പാലാണിത്. തിളപ്പിച്ച പാൽ ഒരിക്കലും യൂസ് ചെയ്യരുത്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി മീഡിയം ഫ്ലെയിമിൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പഞ്ചസാര ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പിടാം. 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ചേർക്കുക. ഇപ്പോൾ പാൽക്കൂട്ട് നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ 1/4 കപ്പ് പാലിൽ മിക്സാക്കി ഇതിലോട്ട് ഒഴിക്കുക. നോർമൽ പാലിലെ കസ്റ്റാർഡ് മിക്സ് ആക്കാവൂ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കൈവിടാതെ നല്ലവണ്ണം മിക്സാക്കാം. ഇപ്പോൾ പായസം തിളച്ച് വരുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർക്കുക. ഇതൊരു ബ്രൗണിഷ് കളറാവുമ്പോൾ കാഷ്യൂ ചേർക്കുക. ശേഷം കിസ്മിസും കൂടി ചേർക്കുക. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി പായസത്തിലോട്ട് ഒഴിക്കാം. നല്ലവണ്ണം മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പായസം റെഡിയായി. ഈ വരുന്ന ബലിപെരുന്നാളിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതും ഇൻഗ്രീഡിയൻസ് കുറവുള്ള ഒരു പായസം കൂടിയാണിത്. കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നതോടുകൂടി പായസത്തിൻ്റെ ടേസ്റ്റ് ആകെ മാറുകയാണ്. വളരെ സ്വാദിഷ്ടമായ പായസമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.